എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ 15 വർഷങ്ങൾക്ക് ശേഷം KSEB മസ്ദൂർ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതായത് പുതിയ പേര് ഇലക്ട്രിസിറ്റി വർക്കർ നോട്ടിഫിക്കേഷൻ എത്തിയായിരുന്നു. കാറ്റഗറി നമ്പർ 21/2026. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 3 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ജൂൺ 3 ആണ്. അപ്പൊ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട. അതും മാത്രമല്ല, പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യാൻ വേണ്ട. എല്ലാം മനസ്സിലാക്കിയ ശേഷം ഏത് ജില്ലയാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയ ശേഷം എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഏറ്റവും അധികം വരുന്ന ഡൗട്ട് ഇതായിരിക്കും: എനിക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ബിടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇക്വലന്റ് ആയിട്ട് ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വരുന്നത്? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 985 വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കുക. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. സോ പണ്ടത്തെ നോട്ടിഫിക്കേഷനകത്ത് 4ാം ക്ലാസ് പാസും 10ാം ക്ലാസ് ഫെയിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ KSEB ക്വാളിഫിക്കേഷൻ മൊത്തം മാറ്റി. KSEB എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നാമത് വേണ്ട ഇതാണ്: നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ. 2, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള, ശ്രദ്ധിച്ചോളണം, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. 10ാം ക്ലാസ് പാസ് പ്ലസ് 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് ആയ ഏതൊക്കെയാണ്? ഒന്നുകിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ വേണ്ട ഹൈറ്റ് 157.48 സെന്റിമീറ്റർ. ഇനി ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ വേണ്ട ഹൈറ്റ് 144.78 സെന്റിമീറ്ററും ഹൈറ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, വിഷൻ പ്രോപ്പർ ആയിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പുറം ജോലികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. മാത്രമല്ല, 9 മീറ്റർ ഉയരമുള്ള ഒരു പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റണം. ഇതാണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ. അപ്പൊ ഡൗട്ട് വരും, ഹയർ ക്വാളിഫിക്കേഷൻ ഇക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോക്കാം. ഈ നോട്ടിഫിക്കേഷന്റെ 8ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്. 8ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകൾ, നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതയും സ്വീകരിക്കുന്നതാണ്. അതായത് നമുക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വലൻസി കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അവിടെ കൺഫ്യൂഷൻ മാറി. നമുക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ ഇക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, PSC അംഗീകരിച്ച ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഹയർ ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് പഴയൊരു നോട്ടിഫിക്കേഷൻ നോക്കാം. PSCയുടെ ഒരു നോട്ടീസ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേടാം. അപ്പൊ അതിനകത്ത് നോക്കാം. പോസ്റ്റ് ഇതാണ്: ഇലക്ട്രീഷ്യൻ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ആ പോസ്റ്റിന് വന്നപ്പോൾ, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ PSC പുറത്തുവിട്ട ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻ, ആ പരീക്ഷയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. ഇലക്ട്രീഷ്യനിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ. അതായത് സെയിം ക്വാളിഫിക്കേഷൻ. ഓക്കെ. അവിടെ ഇക്വലൻസി വെച്ച് ഏതൊക്കെ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു? ഓക്കെ. 1, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാം. NCVT സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ നമുക്ക് ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാം. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വലൻസി കൊടുക്കാം. ഇത് PSCയുടെ തന്നെ പഴയ നോട്ടിഫിക്കേഷൻ അവർ കൊടുത്ത ഇക്വലൻസിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ. അപ്പൊ ഞാനൊരിക്കലും ഇത് ITക്കാർ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു പോസ്റ്റാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, അവർക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട്, എനിക്കറിയാം. അപ്പൊ ആ പോസ്റ്റുകൾക്ക് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഈ പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അതിനുശേഷം എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടണം. നിങ്ങൾ ഈ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് കാണുക. അതായത് എനിക്കറിയാം 2000 വേക്കൻസി ഉണ്ട്. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഒരു ദിവസം ഒരു 2-3 മണിക്കൂറൊക്കെ മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷെ ഞാൻ പറയുന്ന ഇതാണ്: നിങ്ങൾ ഒരിക്കലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കരുത്, മറിച്ച് ആദ്യ റാങ്കിൽ വരാൻ വേണ്ടി പഠിക്കണം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം?
കാരണം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2011. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം വരാൻ പറ്റിയാൽ നമ്മുടെ പ്രൊമോഷൻ ചാൻസ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യ റാങ്കുകളിൽ വരാൻ ശ്രമിക്കാം, അത് ഉറപ്പിക്കാം. നമുക്ക് എക്സാം ഒരു 6 മാസത്തിനകത്ത് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്, 2030 വരെ കാലാവധിയുണ്ട്. 2030 വരെ എന്ന് വെച്ചാൽ 2030 വരെ വരാൻ പോകുന്ന എല്ലാ വേക്കൻസിയും ഫില്ലാവാൻ പോകുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ലാവാൻ പോകുന്നത്. അപ്പോൾ വേക്കൻസി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കാണുമ്പോൾ നിങ്ങൾ ജില്ല ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ജില്ല ചൂസ് ചെയ്യാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ചില ജില്ലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്, അതായത് ഉദ്യോഗസ്ഥർക്ക് പ്രസ്തുത വർക്കിംഗ് അറേഞ്ച്മെന്റ് ഡെപ്യൂട്ടേഷൻ, പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചില ജില്ലകൾ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കുക, അവിടെ പറയുന്നുണ്ട് ജില്ലാതല തെരഞ്ഞെടുപ്പിൽ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ പ്രസ്തുത ജില്ലയിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന നിയമനം ലഭിച്ചാൽ കുറഞ്ഞത് 10 വർഷത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റ്, ഡെപ്യൂട്ടേഷൻ, ട്രാൻസ്ഫർ, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നിവ അനുവദിക്കുന്നതല്ല. ഇത് എല്ലാ പോസ്റ്റുകൾക്കും ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇത് നിലവിലെ വേക്കൻസി വെച്ചിട്ടാണ് ഇത് ഓരോ ജില്ലകളിലും ഇട്ടേക്കുന്നത്. സോ 4 വർഷമൊക്കെ ആകുമ്പോൾ വേക്കൻസി ഓരോ ജില്ലകളിലും കൂടാൻ കുറയാം. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ജില്ല ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് ചാടി കയറി അപ്ലൈ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് എല്ലാം മനസ്സിലാക്കാം. ലാസ്റ്റ് ഡേറ്റ് June 3 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഒരാഴ്ച കൊണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അതിന്റെ ഓരോ ജില്ലകളുടെയും പ്രോസ് കോൺസ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ജില്ലകൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചു ഉണയ്ക്കോ. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ KSEBയുടെ മസ്തൂർ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം ഒരു May 20 ആ സമയമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മുടെ പുറകിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം ടെക്നിക്കൽ മേഖലയിൽ റിസൾട്ട് കൊണ്ടുവന്ന സിവിലിയൻസ് ആണ് ഞങ്ങളുടെ പുറകിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആ ക്ലാസ്സുകളുടെ ക്വാളിറ്റി എത്രമാത്രം വലുതായിരിക്കും, മെറ്റീരിയൽ ക്വാളിറ്റി എത്രമാത്രം വലുതായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. ടെക്നിക്കൽ മേഖലയിൽ ആദ്യ 65 റാങ്കുകൾ, ഫസ്റ്റ് റാങ്ക് 65ലധികം റാങ്കുകൾ മേടിച്ചത് സിവിലിയൻസ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ്, ഏറ്റവും നല്ല മെന്റൽ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്.